അത് അവിടെ സ്വതന്ത്രനെ പ്രസിഡന്റാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മാർക്സിസ്റ്റ് വിരുദ്ധ വികാരം അവിടെ പ്രകടിപ്പിക്കപ്പെട്ടുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരും ഒരു പാർട്ടിയിലും ചേർന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ BJP ഭരണത്തിലിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് അവര് സഖ്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആ പഞ്ചായത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ജനങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളും പെരുമാറുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ന്യൂസിലാണ് കണ്ടത്, ഇന്നലെ യാത്രയിലായിരുന്നു. അപ്പോൾ അത്രയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ തന്നെയാണ് അവിടെ രാജിവെച്ചിരിക്കുന്നത്. അവരൊരു പാർട്ടിയിലും ചേർന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ അർത്ഥം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ജനങ്ങളോട് പറയുന്നതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നതിലുള്ള ഒരു പ്രതിഷേധമായിരിക്കും അവിടെ. അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് തിരുവനന്തപുരത്ത് MLAയോട്, വട്ടിയൂർക്കാവ് MLAയോട് ഓഫീസ് ഒഴിഞ്ഞു തരണമെന്ന് അവിടെ കൗൺസിലറായിട്ടുള്ള BJP നേതാവ് ശ്രീലേഖ ആവശ്യപ്പെട്ടായിട്ടുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ MLA ആയിരിക്കുന്ന ആളോട് കൗൺസിലർക്ക് വേണ്ടി കൗൺസിലറുടെ അവരവിടെ പത്രസമ്മേളനം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ശ്രീലേഖ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് കാണിക്കുന്നുണ്ട്, മീഡിയ കാണിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാനതിനെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യമല്ല. MLAയുടെ മുറിയിൽ കൂടെ കയറിയിട്ട് കൗൺസിലറുടെ മുറിയിലേക്ക് പോകണം. പ്രത്യേകിച്ചൊരു വനിതയാണ്. അതിന് അവരുടേതായിട്ടുള്ള സ്ത്രീകളെ മാനിക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മുടേത്. അപ്പം അതുകൊണ്ട് സ്ത്രീകൾക്കെതിരായിട്ട് നിങ്ങളും ഒന്നും അധികം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു MLAയുടെ മുറിയിൽ കൂടെ ഒരു കൗൺസിലർ കയറിയിട്ട് കൗൺസിലറുടെ മുറിയിലേക്ക് പോകണം എന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ബാധിക്കുന്ന മാധ്യമങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ വിടുക, അതല്ലേ നല്ലത്. മനസ്സിലായില്ലേ? നിങ്ങൾ കണ്ടോ? അത് കണ്ടോ? എന്താ കണ്ടത്? അതല്ലല്ല, നിങ്ങൾ ആ മുറിയൊക്കെ കണ്ടോ? പിന്നെ നിങ്ങളെന്തിനാ എന്നോട് ചോദിക്കുന്ന? അറിയാമല്ലാത്ത കാര്യം ചോദിക്കും. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? സ്വകാര്യത മാനിച്ച് VK പ്രശാന്ത് ഒഴിഞ്ഞു കൊടുക്കണം എന്നാണോ പറയുന്നത്? അതല്ല പറഞ്ഞത്. ആ സ്ത്രീക്ക് അവിടെ കയറിപ്പോകാനുള്ള സൗകര്യം ഉണ്ടോ? ഒരു മുറി എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു MLAയുടെ മുറി കൂടെ കയറിയിട്ട് ഒരു സ്ത്രീ എന്നിട്ട് ഫയൽ വെക്കുന്നത് ബാത്റൂമിൽ. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞ എല്ലാം സമ്മതിച്ചു. നിങ്ങൾ പറയുന്നതാണ് ശരി. തീർന്നില്ല, ആ വിഷയം തീർന്നില്ല. നിങ്ങൾ തന്നെയാണ് ഏറ്റെടുത്തത്. നിങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. അല്ല, ഞാനിത് പറയുന്നു. ഞാൻ അനാവശ്യമല്ല പറഞ്ഞത്. ഈ മാധ്യമങ്ങള് എന്റെ അടുത്ത് നിൽക്കുന്ന മാധ്യമങ്ങള് എന്റെ അടുത്ത് നിൽക്കുന്ന മാധ്യമങ്ങള് സ്ത്രീവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. എന്റെ വാക്ക്, എന്റെ അഭിപ്രായം അതാണ്. എന്റെ അഭിപ്രായം, നിങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടുള്ള സമീപനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് അത് തീർന്നു. അല്ലെന്നേ, അതാണെന്നേ എന്റെ അഭിപ്രായം. അതല്ലേ നിങ്ങളത് മാനിക്കണ്ടേ? അതായത് നിങ്ങൾ ആ നിലപാടാണ് എടുക്കുന്നത്. കാരണം ജനങ്ങളത് കാണട്ടെ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്റെ അഭിപ്രായം ഇതാണ് നിങ്ങളുടെ ആവശ്യം. അങ്ങനെ വേറെ വല്ലതും ചോദിക്കാനുണ്ടോ?